അമ്മ ഷാഫിക്ക് പായസം കൊടുക്ക്. അമ്മ ചെമ്പെടുത്തിട്ട് വെച്ചടാ. വീഡിയോ കിടക്കുന്നതിന് മുന്നേ ഞാൻ ചെറിയ കാര്യം പറഞ്ഞുതരാം. ഞാൻ ഇതിന് മുന്നേ തന്നെ ഒരു വീഡിയോ ഇട്ടപ്പോൾ നമുക്ക് ഡെയിലി എന്തെങ്കിലും ഒരു ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടിയെ പറ്റി ഞാൻ ഇതിന് മുന്നേ പെടാം. അതായത് അൻഷാദും ഷാക്കിർ എല്ലാവരും എൻ്റെ ഇവിടെ അപ്പുറത്തൊക്കെ ഇരിക്കുമ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചിട്ട് ഇവർക്ക് പറ പണിയില്ലേന്ന്. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഫോണിൽ ഇരുന്നിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് സംഗതികളുണ്ട്, അത് നിങ്ങൾക്ക് അറിയാണ്ടാണെന്ന്. അതിനെപ്പറ്റി ഒരു ട്രിക്ക് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ബയോയിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ വാട്സാപ്പ് ചാനലിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ബയോയിൽ. എനിക്കതുപോലെ തന്നെ ആ ഒരു സംഗതി നമ്മൾ യൂട്യൂബിൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല, നമുക്കത് കമ്മ്യൂണിറ്റി ഗൈഡൻസ് കിട്ടുള്ളൂ. അതിനെ പറ്റിയുള്ള വീഡിയോസ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആക്കി പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. സംഗതി ജെന്യൂൻ ആയിട്ടുള്ള സംഗതിയാണ്. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി ട്രൈ ചെയ്തോ. സംഗതി നൈസ് പരിപാടിയാണ്. കൂടുതൽ കാര്യങ്ങൾ ഞാൻ വാട്സാപ്പ് ചാനലിൽ പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആക്കിയിട്ട് പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വീഡിയോ കിടക്കാം. സംഗതി ജെന്യൂൻ ആയിട്ടുള്ള സംഗതിയാണ്. സൂക്ഷിച്ച് കളിച്ചു കഴിഞ്ഞാൽ ரொம்ப ജാസ്തിയ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഇവിടെ കിടക്കാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഞാൻ ഇപ്പം എണീറ്റേ ഉള്ളൂ. എണീറ്റ് ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ തന്നെ ഇതാണ്ടോ നമ്മുടെ ഷാക്കിർ, നമ്മളെ അൻസൂട്ടൻ, അസ്ല എന്നാട്ടോ നമ്മളെ തമാശക്ക് വിളിക്കുന്നതാണ്, ഞാൻ അൻസേന്ന് വിളിക്കുന്നതാണ്. പിന്നെ നമ്മുടെ നിസ്മ, അതുപോലെ തന്നെ പൊന്നൂസ്, എല്ലാവരും പൂട്ടുകൊണ്ടിരിക്കുകയാണ്. രാവിലെ പൂട്ടുകൊണ്ടിരിക്കുകയാണെന്ന്. തിരുവോണല്ലേ, ഒയ്യോ ഗൈസ്. എല്ലാവർക്കും ഹാപ്പി ഓണം. നമ്മൾ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടാത്തവർക്ക് എല്ലാവർക്കും നല്ല അടിപൊളി ഓണം ആവട്ടെ. എല്ലാവരും എന്താ പരിപാടി, ഓണക്കായിട്ട് എന്തൊക്കെ പരിപാടികളൊക്കെ വീഡിയോ കാണുമ്പോൾ ഇതിനിടയിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ എന്തായാലും ഇവരുടെ പൂവും കാര്യങ്ങളൊന്ന് കാണിച്ചു തരാം. സത്യം പറയണത് ആരുടെ ഐഡിയ ആണ്? അതെല്ലേ, ഓക്കെ. ഇവരെല്ലാരും ഇവിടെ അതെ. ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ അതാ പൂട്ടും കൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാവരും ഇവിടെ. എന്തായാലും ഇടട്ടെ. ഓക്കെ, ശരിക്കും പണ്ടൊക്കെ പൂട പറഞ്ഞാലേ നമ്മള് സത്യം പറഞ്ഞ തോന്നുന്നു നമ്മള് മുന്നത്തെ വീട്ടിലൊക്കെ ചെമ്പരത്തിയൊക്കെ വെച്ചിട്ടായിരുന്നു അല്ലേ സത്യം പറഞ്ഞ. അതെ, ഇവിടെ പറഞ്ഞാ പൂവൊന്നും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല്. ഇനി അനസിനോട് ചോദിച്ചിട്ട് വീടിന്റെ സൈഡിൽ കൂടെ കുറച്ച് ചെമ്പരത്തിമാരൊക്കെ വെക്കണം നമുക്ക്, ഇല്ല അനസേ? ചെമ്പരത്തിക്ക് ഇതുകൂടെ സൈഡിൽ കൂടെ വെക്കണം അല്ലേ? അതെ, അനസിനെ ഈ ഒരു കോളനിയിലെ ആൺകുട്ടിയായിട്ടാ കാണുന്നു കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ അയ്യോ കയ്യ. ഇത് നമ്മളെ അസിക്കാന്റെ മകനാട്ടോ. അവന് മദ്രസേന്ന് ഓടി വന്നാണ്. അപ്പൊ ഞാൻ അവനോട് പിടിച്ചിരുത്തിയതാട്ടോ. ഓക്കെ, അല്ലാണ്ട് നിങ്ങള് പൂടാൻ വേണ്ടി അവൻ അങ്ങനെ കൊടുന്നിരുത്തിയെന്ന് വിചാരിക്കല്ലേ. ഓക്കെ, ഇവര് മൂന്നാളാണ് അസിക്കാന്റെ മക്കള് അല്ലേ? അങ്ങനെ പ്ലാനേ ഇല്ല അസിക്കാക്ക്. അസിക്ക് ഇത് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് വിളിച്ചു പറയത്തരേ ഓനെ നിങ്ങോട്ട് വരുത്തണ്ട കേട്ടോ എന്ന്. അയ്യോ കയ്യ. നമ്മൾ പൂട്ടൻ്റെ മേലെ മല്ലു ഫാമിലി എന്ന് എഴുതാൻ വേണ്ടി പോവാട്ടോ. ഇതിന്റെ പിന്നിലും പ്രവർത്തിച്ചിരിക്കുന്നത് ഓക്കെ ഗൈസ്. ഓക്കെ, കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടാ. ഗൈസ്, അപ്പോൾ അതാ നമ്മളെ പൂടൽ കഴിഞ്ഞു. മല്ലു ഫാമിലിന്നൊക്കെ മേലെ എഴുതി. അതെന്തായാലും ഫുൾ ക്രെഡിറ്റ് നമ്മളെ നിസ്മ. ബാക്കിൽ നിന്ന് എല്ലാ സപ്പോർട്ടും കൊടുക്കും. കണ്ണുകളോട് നോക്കി നിന്ന് അനസ്. അതെ, പൂ പറിച്ചത് അനസാണ്. കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നത് അനസാണ്. പ്ലാനിങ് വരഞ്ഞത് അനസാണ്. എല്ലാത്തിന്റെ ബാക്കിലും അവളാണ്. ഓക്കെ, ഷാക്കിർ ഇരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പൊന്നൂസ് ഇരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇനി എന്തായാലും നമ്മൾ അടുത്തൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളി കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഓക്കെ ഇവർക്ക് റീൽസും കാര്യങ്ങളും എടുക്കണ്ട. അപ്പൊ എന്തായാലും ഓക്കെ ഗൈസ്, നമുക്ക് നാളെ അടുത്ത പരിപാടിക്ക് പോവാം. നമ്മളെ മുബാറക്ക് വന്നിട്ടുണ്ട്, നമ്മളെ അൻഷാദ് വന്നിട്ടുണ്ട്. അൻഷാദ് പിന്നെ വന്നു. കുറച്ച് സുഖല്ലടി. ഓക്കെ, ഇതാ നമ്മളെ ചെക്കന് അംബ്രാസ് മുഖം കഴുകുന്നുണ്ട്. ഓനെ കുറച്ച് കളർ മങ്ങിയ പാട്ട് പോയി കഴുകാണ്. ഓക്കെ ഗൈസ്, ഞങ്ങളിതാ കേൾക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. എല്ലാ സംഗതികളും ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അതെല്ലാരും ഉണ്ട്. അപ്പൊ ഞങ്ങൾ എന്തായാലും കേച്ച് തുടങ്ങട്ടെ. ഓക്കെ, ഷാഫിക്ക് ഏത് പായസം ഇഷ്ടം? ഓക്കെ, സെറ്റടാ. ഓക്കെ, വേണ്ട
അമ്മ ഷാദിക്ക് പായസം കൊടുക്ക്. അമ്മ ചെമ്പെടുത്തിട്ട് വെച്ചടാ. കേക്കിൽ കഴിഞ്ഞിട്ടോ ഗൈസ്. ഓക്കെ ഗൈസ്, ഫുഡ് കഴിച്ച് പായസം കുടിച്ച് കിക്ക് അടിച്ചിട്ട് എല്ലാവരും കൂടെ കിടക്കാണ്. കാണിച്ചാൽ പരിപ്പും പാലിൻ്റെ പായസം കയറുന്നു. കുടിച്ച് പിരാന്തായി കഴിച്ചു. കാണിച്ചാൽ അമ്പ്രസത്ത് അവിടെ ഇരിക്കണു. ഷാഫി, ഷാക്കിർ, മുബാറക്ക്, അൻഷാദ് ഉള്ളിൽ പോയിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാ പൊന്നൂസിനെ അവളെ വീട്ടിലേക്ക് കൊണ്ടേക്കാണ്. അയ്യോ തൊട്ട് കളിക്കാണ്ട് കിടും. ഓക്കെ ഓക്കെ. ഓ പാട്ടൊക്കെ വെച്ചാൽ നമുക്ക് പോവാ. ഓക്കെ, എന്തായാലും പൊന്നൂസിനെ അവളെ വീട്ടിലേക്ക് ആക്കാൻ വേണ്ടി പോകണം. പോയിട്ട് വരാം. ഹായ് ഗൈസ്, രാവിലെ 5:20 സത്യം പറഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് എത്തിയത് കേട്ടോ. കാരണം വൈകുന്നേരത്ത് ഇവിടുന്ന് ഉച്ചയ്ക്ക് ചോറിനെല്ലാം കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങി പൊന്നൂസിനെ നേരെ ഞാൻ അഞ്ച് ചാക്കറുണ്ടായിരുന്നു. ഞങ്ങൾ മൂന്നാലും പേടെ നേരെ പൊന്നൂസ്, അതായത് ഞങ്ങൾ മൂന്നാലും പോകാൻ കാരണം അവിടുന്ന് എനിക്ക് കുഞ്ഞോളെടുക്കാൻ വേണ്ടി പോകണമായിരുന്നു. കാരണം വെടിപ്പായിട്ട് പറയാം, നേരെ പൊന്നൂസിനെ കൊണ്ടുപോയി. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു നല്ല തൃശ്ശൂരൊക്കെ. പിന്നെ നേരെ പൊന്നൂസിനെ കൊണ്ടിട്ട് നേരെ പൊന്നൂസിൻ്റെ വീട് തൃപ്രയാർ കൊണ്ടാക്കി. അതായത് ഇവിടുത്തെ 84 കിലോമീറ്ററോളുണ്ട്. പിന്നെ 85 കിട്ടും. പൊന്നൂസിനെ നേരെ പൊന്നൂസിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഇറക്കി. അവിടുന്ന് അപ്പോൾ അളിയൻ വിളിച്ചു, അവിടെ നിന്നല്ല, അപ്പോൾ അളിയൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അത് പറ്റി ഓൾറെഡി അളിയൻ ചതയത്തിൻ്റെ അന്നേ വരുള്ളൂ, അല്ലെങ്കിൽ ചതയം കഴിഞ്ഞിട്ട് ഇവർ അളിയൻ എന്താ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ഇട്ടിട്ട് പോരാൻ പറ്റില്ല പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അളിയൻ പറയുന്ന കുഞ്ഞോളെ വന്നിരുന്നു. അപ്പോൾ കുഞ്ഞോക്കും പറഞ്ഞു ആൾക്ക് ഇന്ന് തന്നെ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നത് അറിയാലോ, നമ്മൾ എടപ്പള്ളിയിൽ നിന്ന് ആലപ്പുഴയ്ക്കുള്ളൊക്കെ നല്ല റോഡ് പണി നടക്കുക, നല്ല ബ്ലോക്കാണ്. അപ്പോൾ അളിയോട് സംസാരിച്ചപ്പോൾ അളിയൻ പറഞ്ഞു അളിയെന്നാൽ കുറച്ചും ചേർത്തലയ്ക്ക് കൊണ്ടുവരാൻ അവളേനെ പറഞ്ഞു. അപ്പോൾ രാത്രി ബ്ലോക്ക് ഉണ്ടായിരിക്കില്ല. അതിൽ ഞങ്ങൾ അങ്ങനെ പൊന്നൂസിനെ തൃപ്രയാർ ഇറക്കി. തൃപ്രയാറിൽ നിന്ന് നമ്മൾ കൊടുങ്ങല്ലൂർ വഴി അങ്ങനെ എടപ്പള്ളി പോയി. എടപ്പള്ളിയിൽ നിന്ന് ചേർത്തല പോയി. ചേർത്തല നിന്ന് അളിയൻ വന്നു. കുഞ്ഞോളിനെ നമ്മൾ അവിടുന്ന് എടുത്തിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് എത്തിയ സമയമാണ് 5:20. ഇവിടെ വന്ന് കയറുന്നത് 5:20 അത് കഴിഞ്ഞ് പിന്നെ കുളിയും ഇതെല്ലാം കഴിഞ്ഞ് കടന്നപ്പോഴേക്ക് ഗൈസ് 6-6:30 മണിയായി. കടന്നിട്ട് ഇന്ന് എണീക്കണത് ഉച്ചയ്ക്ക് ഇപ്പോൾ അതേപോലെ 1 മണി 12:45 സമയത്താണ് ഞാൻ എണീക്കണത്. ഇപ്പോൾ അതാ കുഞ്ഞോളോടെ ഉണ്ട്. കുഞ്ഞോളെ അമ്പടും പാടെ താത്തിക്ക് പോയിട്ടാണ് അവരെല്ലാം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനെത്തി പറഞ്ഞപ്പോൾ എണീറ്റിട്ട് ചോറിനലൊക്കെ കഴിഞ്ഞ് ചായം കുടിച്ച് എത്തി പറഞ്ഞ ഇവിടെ ഇങ്ങനെ ഇരിക്കണം. ആകെ മപ്പ് കുടിച്ചു ഗൈസ്. ഇന്ന് തിരുവോണം. അമ്മ എന്തെന്തമ്മ അമ്മ ഇന്ന് തിരുവോണം കഴിഞ്ഞ് എന്താണ് ചതയോ അവിട്ടോ എന്താണ് ഗൈസ്? ഇന്ന് അവിട്ടത്തിൻ്റെ ഇന്നത്തെ അവിട്ടം എൻ്റെ ഉറങ്ങിക്കളഞ്ഞു ഞാൻ. കാരണം അത്രയും ക്ഷീണമായിരുന്നു ഗൈസ്. കാരണം നമ്മൾ രാവിലെ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നതുകൊണ്ട് പിന്നെ ഞാൻ വണ്ടിയിൽ കുറച്ചും കിടന്ന് ഉറങ്ങി. ലാസ്റ്റ് ആയപ്പോഴേക്ക് പിന്നെ ഷാക്കിറ വണ്ടി ഓടിച്ചത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. ഇതുപോലെ കല്യാണം കഴിച്ച് വീട്ടിലുള്ള എല്ലാ പെൺകുട്ടികളും ഇങ്ങനെയാണോ എന്നൊന്ന് ഈ വീടിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യണം. അതായത് തിരുവോണത്തിൻ്റെ അന്ന് തന്നെ ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും അവരെ കെട്ടിച്ച വീട്ടിൽ നിന്ന് അവനാൻ്റെ വീട്ടിലേക്ക് പോകണം എന്ന് തുള്ളിച്ചാടി നിൽക്കുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ ചേച്ചിമാർ അല്ലെങ്കിൽ എൻ്റെ പെങ്ങന്മാർ ആരെങ്കിലും ഈ വീഡിയോ കാണുമെങ്കിൽ കമൻറ്റ് ചെയ്യും. എല്ലാവരും അങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. കുഞ്ഞോക്ക് ഇന്നലെ തന്നെ ഇങ്ങോട്ട് വരണം എന്നുണ്ടായിരുന്നു കുഞ്ഞോട്. അതുകൊണ്ട് ഇന്നലെ രാത്രി തന്നെ പോയിട്ട് കൊണ്ടുവന്നത്. പൊന്നൂസിനെ പിന്നെ ഇന്നലെ തന്നെ ഞാൻ ആക്കി കറഞ്ഞ് പറയാലോ. കിടൂന് സ്കൂളിലുകൊണ്ട് അവൾക്ക് കൂടുതലൊന്നും അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും 23-ാം തീയതി 24-ാം തീയതി അവളെ റിട്ടേൺ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണം. പിന്നെ ഈ തിരുവോണത്തിൻ്റെ അന്ന് ഇപ്പം ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അവൾ വീട്ടിൽ ചിക്കൻ ബിരിയാണിയാണെന്ന് പറഞ്ഞു. എനിക്കറിയാത്തതുകൊണ്ട് കേട്ടോ, ഞാൻ അത് പറഞ്ഞപ്പോഴേക്ക് തോന്നിയത് അങ്ങനെയാണ്. എല്ലാവരുടെ വീട്ടിലും തിരുവോണത്തിൻ്റെ അന്ന് സദ്യ തന്നെയാണ് ഉണ്ടാക്കുക. അത് നിങ്ങൾ കമൻറ്റ് എനിക്കറിയില്ല. എൻ്റെ വീട്ടിൽ സദ്യ ആയിരുന്നു, ഞങ്ങൾ ഉണ്ടാക്കിയതായിരുന്നില്ല. ഞങ്ങളിപ്പോൾ ഒരു 3 വർഷം ഇല്ല, നമ്മൾ 3 വർഷമായിട്ട് ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങാം അല്ലേ? ഓക്കെ, ഞങ്ങൾ 3 വർഷമായിട്ട് ഫുഡ് പുറത്തുനിന്ന് വാങ്ങുകയാണ്. നമ്മളിവിടെ ചെപ്പശ്ശേരി തന്നെ വാങ്ങിയത് 5 ആൾക്ക് കഴിക്കേണ്ട ഫുഡിന് 1600 രൂപ കേട്ടോ. 2 തരം പായസം ഉണ്ടായിരുന്നു ഗൈസ്, അതായത് പരിപ്പും പാലടിയും. കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല ഫുഡായിരുന്നു, നമുക്ക് കുഴപ്പമില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ ഒരു ഓണം ഞങ്ങളുടെ കുഴപ്പമില്ലാണ്ട് നല്ലൊരു രീതിക്കാണ് പോയി. വല്ലാണ്ട് നമ്മളൊരു ആർഭാടം അവിടെ വെച്ച് ഗെയിമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് സംഗതി സൂപ്പറാക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ളൊരു ടൈം കിട്ടില്ല നമുക്ക്. അതിനിടയിൽ ഈ പൊന്നൂസിൻ്റെ കൊണ്ടേക്കലും കൊണ്ടലും അളിയനെ കൊണ്ട് വരുന്നില്ല എന്നുള്ള പറച്ചിലും ഒക്കെപ്പാടെ ഒക്കെപ്പാടെ സ്വീപ്പായി ഗൈസ്, അതിന് പറ്റിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഒരു ഗെയിം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് പറഞ്ഞു തരിക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ടാറ്റ ഗൈസ്.